മോനെ കറണ്ട് ചാർജ് 4000 രൂപയായി. നമുക്ക് സോളാറിലേക്ക് മാറിയാലോ? അതിനിപ്പോ എന്നാ വെക്കാലോ. മക്കളെ അതിനൊക്കെ ഒത്തിരി കാശാകുമായിരിക്കും അല്ലേ? നമുക്കിതൊന്നും അറിയാൻ മേലാത്തതുകൊണ്ട് എല്ലാവരും നമ്മളെ പറ്റിക്കുമായിരിക്കും. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഇങ്ങനെയുള്ള ഒരു സംശയവും ഇല്ലാതെ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ചുള്ള സാധനം സെറ്റ് ചെയ്യാനായിട്ടൊരു സംഭവമുണ്ട്, സർക്കിൾ സോളാർ. എന്ന് വെച്ചാ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളാർ മാർക്കറ്റ് പ്ലേസാണ്. നമ്മുടെ ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ ഇല്ലേ, അതുപോലെ. ഇതിനെപ്പറ്റി ഒന്നും അറിയണ്ട. ഏതൊരു സാധാരണക്കാരനും ഈസി ആയിട്ട് അവന് വേണ്ട റിക്വയർമെന്റ് അനുസരിച്ച് നോക്കി സാധനങ്ങൾ ഇവിടുന്ന് മേടിക്കാൻ പറ്റും. അത് കൊള്ളാലോ. സോളാർ റിലേറ്റഡ് ആയിട്ടുള്ള A to Z കാര്യങ്ങൾക്കും സർക്കിൾ എന്ന ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് എങ്ങനെ ഉപയോഗിക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സർക്കിൾ എന്ന പ്ലാറ്റ്ഫോമും ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നും കൂടാതെ ഇതിൽ എന്തൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് പല സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ഭാഗം കാണണം എന്നുണ്ടെങ്കിൽ ടൈം കോഡ് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വെബ്സൈറ്റിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്കിളിൻ്റെ വെബ്സൈറ്റ് വരുന്നത്. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സർക്കിൾ എന്ന പ്ലാറ്റ്ഫോം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന ഫാക്ടറാണ് ക്വാളിറ്റിയും സർവീസ് അഷ്വറൻസും. ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്താൽ സോളാറിനെ പറ്റി ഒരു വകയും അറിഞ്ഞുകൂടാത്ത ആളുകൾക്ക് പോലും എളുപ്പം കാര്യങ്ങൾ മനസ്സിലാവും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഇൻ്റർഫേസിലേക്ക് പോവാം, എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് സർക്കിളിൻ്റെ ഹോം പേജ് വരുന്നത്. താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നമുക്ക് കുറച്ച് ഫീച്ചേർഡ് പ്രോഡക്ട്സ് ഉണ്ട്. അതുപോലെ സർക്കിൾ എങ്ങനെ വർക്ക് ചെയ്യുന്ന എന്നൊരു ഇൻട്രൊഡക്ഷൻ ഫണ്ട് നൽകിയിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ടൈപ്പ് കാണാം. അതായത് ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കുന്ന സെറ്റപ്പ് വേണോ, പവർ കട്ടിൽ നിന്ന് ആശ്വാസമുള്ളത് വേണോ, അതോ രണ്ടും കൂടെ ചേർന്ന് വേണോ എന്നിങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെയാണ് നൽകിയിരിക്കുന്നത്. പിന്നെയും താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവരുടെ ഇൻസ്റ്റലേഷൻസിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ സർക്കിൾ എക്സ്പ്രസ് സോളാർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. അതായത് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്താൽ 4 ദിവസത്തിനകം നമ്മുടെ സെറ്റപ്പ് റണ്ണിങ് ആകുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ്. കറൻ്റ്ലി നമ്മുടെ കേരളത്തിൽ അവൈലബിൾ അല്ല. ഇത് ഗാസിയാബാദിലും നോയിഡയിലും മാത്രമാണ് ഉള്ളതെന്ന് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി സർക്കിളിൽ നിന്ന് നിങ്ങൾ സോളാർ സെറ്റപ്പ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കിട്ടുന്ന ഹൈലൈറ്റ്സ് ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ക്വാളിറ്റി ഇൻസ്പെക്ഷൻ, പ്ലാന്റ് പെർഫോമൻസ് മോണിറ്ററിംഗ്, ലൈഫ് ലോങ് സർവീസ് സപ്പോർട്ട്, ലൈഫ് ലോങ് വാറണ്ടി ക്ലെയിം സപ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. താഴെ കസ്റ്റമേഴ്സിൻ്റെ ടെസ്റ്റിമോണിയൽസും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് വരാം. ഇവിടെ കേരള എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് കണ്ട ഡൽഹി, കേരള, ബാംഗ്ലൂർ, ഈ 3 ഓപ്ഷൻസാണ് നിലവിലുള്ളത്. അപ്പോൾ ഇതിൽ ഡൽഹിയിലാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തത്. ഡൽഹി ബേസ്ഡ് ഒരു കമ്പനിയുമാണ്. കേരളത്തിലേക്കും ബാംഗ്ലൂരിലേക്കും പിന്നീട് എക്സ്പാൻഡ് ആയതാണ്. അപ്പം കേരളത്തെ അവർ വലിയൊരു മാർക്കറ്റായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം കേരളത്തിലേക്ക് വന്നത്, അതിനുശേഷം ബാംഗ്ലൂരിലേക്ക് എത്തിയത്. ഓക്കെ, അപ്പം ഞാൻ കേരള മാർക്കറ്റ് സെലക്ട് ചെയ്യാണ്. ഇനി നമുക്ക് ഈ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ കുറേ ടാബുകളും സോളാർ വാങ്ങാനുള്ളൊരു ടാബുണ്ട്. അതുപോലെ ടോക്ക് ടു അസ് എന്നൊരു ടാബുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിൽ ടോക്ക് ടു അസിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള സംശയങ്ങളൊക്കെ ഇതിൽ തീർക്കാം കേട്ടോ. കോൾ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൾ ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷനും ഇവർ നൽകുന്നുണ്ട്. നമുക്കപ്പോൾ ബാക്ക് പോവാം. എന്നിട്ട് ഞാൻ എക്സ്പ്ലോർ ഓൾ സർക്കിൾ പ്രോഡക്ട്സ് എന്നുള്ള പേജിലേക്ക് പോവാണ് കേട്ടോ. ഇതാണ് സർക്കിളിൻ്റെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇൻട്രോ പറഞ്ഞ പോലെ തന്നെ സോളാറിനെ പറ്റി ഒരു വകയും അറിയാത്ത ആളുകൾക്ക് പോലും വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി അവരുടെ റിക്വയർമെൻറ്റ് അനലൈസ് ചെയ്ത് അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. ഇപ്പം നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെ സോളാറിന് വേണ്ടി തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ കുറച്ച് ഫിൽറ്റേഴ്സ് ഇവർ നൽകിയിട്ടുണ്ട്. ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ടെക്നിക്കലി അറിയാവുന്ന ആളുകൾക്ക് ചൂസ് ചെയ്യാവുന്ന പോലത്തെ ഫിൽറ്റർ അല്ല. ഓരോ ഫിൽറ്ററിൻ്റെയും താഴെ അതെന്താണെന്നുള്ളൊരു ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫിൽറ്റർ ടാബ് ഇച്ചിരി വലുതാണ്. നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് ഡീറ്റെയിൽസ് അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാടെന്ന് ഉദ്ദേശിച്ച് വലിച്ചു വാരി എഴുതിയിട്ടുണ്ടെന്നല്ല, വളരെ മിനിമലായിട്ട് നമുക്ക് ഒരു ടോപ്പിക്കിനെ പറ്റി എന്താണോ ക്ലിയർ ആയിട്ട് മനസ്സിലാകേണ്ടത് അതുപോലെ ഈസി ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇതിൽ ആദ്യം ഓൺ ഗ്രിഡ് സോളാർ എന്ന് കൊടുത്തിട്ടുണ്ട്. ചൂസ് ടു റെഡ്യൂസ് ഇലക്ട്രിസിറ്റി ബിൽ, അതതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. കറണ്ട് ബില്ല് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺ ഗ്രിഡ് ചൂസ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 100% വരെ ഇലക്ട്രിസിറ്റി ബില്ലിൽ ഇളവ് നേടാൻ കഴിയും. അതുപോലെ മന്ത്ലി ബിൽസ് 2000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ മാത്രം ഓൺ ഗ്രിഡ് സിസ്റ്റം ചൂസ് ചെയ്യുക എന്നുള്ള കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഓൺ ഗ്രിഡ് എന്തുകൊണ്ട് ചൂസ് ചെയ്യണം എന്നുള്ള മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എല്ലാം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഫ് ഗ്രിഡിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് പവർ കട്ടിൽ നിന്ന് രക്ഷ നേടണം എന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. അതായത് ഒരു 1500 തൊട്ട് 2000 രൂപ വരെ അതിനുള്ളിലൊക്കെയാണ് നിങ്ങൾക്ക് ബില്ല് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതാണ് ഓഫ് ഗ്രിഡ് സോളാർ. അതുപോലെ ഹൈബ്രിഡ് സോളാറും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഓൺ ഗ്രിഡിൻ്റെയും ഓഫ് ഗ്രിഡിൻ്റെയും ഫീച്ചേഴ്സ് ഒരുപോലെ ആസ്വദിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതും ചൂസ് ചെയ്യാം. അപ്പോൾ അതുപോലെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കുറേ
പ്രോഡക്ട്സ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം. അപ്പോൾ ഇത് കണ്ടോ, ഇതെല്ലാം പല പല പാക്കേജാണ്. അഷ്വേർഡ് എന്ന് പറയുന്ന പാക്കേജ് ഉണ്ട്, പ്രീമിയം ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ ഇതനുസരിച്ച് കോസ്റ്റും അതുപോലെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അതുപോലെ വരുന്ന ഇൻറ്റഗ്രേറ്റേഴ്സ് എല്ലാം മാറിയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിൽ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലെ വെൻഡേഴ്സ്, അതായത് നമ്മുടെ ലൊക്കേഷനിൽ വന്ന് നമ്മുടെ സൈറ്റിൽ വന്നിട്ട് ഈ പ്രോഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അപ്പോൾ അവരെ സർക്കിൾ ചൂസ് ചെയ്യുന്നത് വളരെ കെയർഫുൾ ആയിട്ടാണ്. ഒരു 80 പോയിന്റ് ചെക്ക് ലിസ്റ്റ് ഉണ്ട് ഇവർക്ക്. അപ്പോൾ ഈ 80 ചെക്ക് ലിസ്റ്റും പാസ്സാകുന്ന ആളുകളെ മാത്രമാണ് സർക്കിൾ അവരുടെ വെൻഡർ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഇൻറ്റഗ്രേറ്റേഴ്സിൻ്റെ പേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മാർക്കറ്റിൽ ടോപ്പ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ല സർവീസ് പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ള ഇൻറ്റഗ്രേറ്റേഴ്സിനെയാണ് സർക്കിൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനത്തോടെ ഇതിനകത്ത് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ സെറ്റപ്പ് ഇവർ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വരും. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് ഫിൽറ്റേഴ്സിലേക്ക് തന്നെ വരാം. അപ്പോൾ അവിടെ അടുത്തതായി വരുന്നത് കാറ്റഗറിയാണ്. പ്രീമിയം കാറ്റഗറി ഉണ്ട്. അതിൽ പ്രീമിയം ആയിട്ടുള്ള ബ്രാൻഡുകളുടെ പ്രീമിയം പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള കാറ്റഗറിയാണ് അത്. അതുകൂടാതെ അഷ്വേർഡ് എന്ന് പറയുന്നത് മേജർ ആയിട്ടുള്ള ഇന്ത്യൻ ബ്രാൻഡ്സും അതുപോലെ റിലയബിൾ ആയിട്ടുള്ള സോളാർ ആൻഡ് ഇൻവേർട്ടർ ബ്രാൻഡ്സ് യൂസ് ചെയ്ത് ഉള്ള പരിപാടികളാണ്. പിന്നെ ഉള്ളത് സ്റ്റാൻഡേർഡ് കാറ്റഗറിയാണ്. അതിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നമ്മുടെ ബഡ്ജറ്റ് റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ റിക്വയർമെൻറ്റ് നോക്കി അതിനനുസരിച്ച് ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി താഴേക്ക് വരികയാണെങ്കിൽ സിസ്റ്റം കപ്പാസിറ്റി, എത്ര കിലോ വാട്ടിൻ്റെ സിസ്റ്റമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ടെക്നിക്കലി അറിയാൻ മേലാത്ത സാധാരണക്കാർക്ക് എത്ര കിലോ വാട്ട് സിസ്റ്റമാണ് വീട്ടിൽ വെക്കേണ്ടതെന്ന് ഒരു ധാരണ ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബില്ലെന്ന് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരു 2000-2500 രൂപയാണ് ബില്ല് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് 2500 അടിക്കുക, ഓൺ ഗ്രിഡുമാണ് എൻ്റെ റിക്വയർമെൻ്റ് എന്നും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു അപ്ലൈ ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ കൊടുത്തു കഴിയുമ്പോൾ സർക്കിൾ നമുക്ക് റെക്കമെൻഡ് ചെയ്യും ഏത് സിസ്റ്റമാണ് നമ്മൾ വെക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ വരുന്ന ലിസ്റ്റിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 2500 രൂപ കറണ്ട് ബില്ല് വരുന്ന ഒരാൾ 3 കിലോ വാട്ട് സിസ്റ്റമാണ് വെക്കാൻ ഇവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഓരോ പ്രോഡക്റ്റ് ലിസ്റ്റിങ് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം. ഇപ്പോൾ പെർ മന്ത് EMI കാണാം. ഇത് ഏത് സ്റ്റാൻഡേർഡ് പ്ലാൻ ആണോ അതോ അഷ്വേർഡ് പ്ലാൻ ആണോ അതോ പ്രീമിയം ആണോ എന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏത് പാനലാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ഏത് ഇൻവെർട്ടറാണ് യൂസ് ചെയ്യുന്നത്, പാനലിൻ്റെ എണ്ണം, എത്ര കിലോ വാട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന DC ആണോ AC ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ വെൻഡറിൻ്റെ പേരും വരുന്നത്. അപ്പോൾ ഇതിൽ ക്രോണോസ് സോളാർ, സോൾജൻ എനർജി, കൊണ്ടാസ് സോളാർ എന്നൊക്കെ പറഞ്ഞ പേരുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം താഴേക്ക് വന്നു കഴിഞ്ഞാൽ പല ബ്രാൻഡുകളുടെ പല റിക്വയർമെൻറ്റ്, അതായത് ഇപ്പോൾ നമ്മളൊരു ഇൻറ്റഗ്രേറ്ററെ ഡയറക്റ്റ് വിളിച്ച് സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക. അവരുടെ കയ്യിലുള്ള അവർ സ്ഥിരമായിട്ട് ചെയ്യുന്ന മോഡലുകളോ അല്ലെങ്കിൽ അവർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത്ര ഫ്ലെക്സിബിൾ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്ക് ബ്രാൻഡിനെ പറ്റിയൊക്കെ ഒരു ധാരണയുണ്ട്, ഈ ബ്രാൻഡിനെ തന്നെ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ ബ്രാൻഡുകളാണ് അത് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഇതിനകത്ത് താരതമ്യം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ സബ്സിഡി എമൗണ്ടും കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഫേവറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് പെട്ടെന്ന് റെഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇനി നമ്മൾ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റൂഫ് ഏരിയ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എത്ര സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ടെന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അതുപോലെ ഏത് ടൈപ്പ് ഓഫ് സോളാർ, മോണോപെർക്ക് വേണോ, ബൈഫേഷ്യൽ വേണോ, ടോപ്പ് കോൺ വേണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ആഡ് ചെയ്യാം. അത് മാത്രമല്ല, സബ്സിഡി വേണ്ടാത്ത പ്രോജക്റ്റാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഫിൽട്ടർ ചെയ്തിടാനുള്ള ഓപ്ഷനും ഇവർ നൽകിയിട്ടുണ്ട്. ഇനി താഴേക്ക് വന്നാൽ നിങ്ങളുടെ റെസിഡൻഷ്യൽ ആണോ കൊമേഴ്ഷ്യൽ ആണോ എന്നുള്ള പർപ്പസ് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ വേണോ അതോ പ്രീമിയം ആയിട്ടുള്ള ഷാഡോ ഒക്കെ ഉള്ള ഏരിയ ആണെങ്കിൽ മൈക്രോ ഇൻവെർട്ടർ പ്രിഫർ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഓഫ് ഗ്രിഡ് ആണെങ്കിൽ അത്, ഹൈബ്രിഡ് ആണെങ്കിൽ അത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. പിന്നെ താഴേക്ക് വരുമ്പോൾ നമ്മുടെ ഹൈബ്രിഡ് സെറ്റപ്പ് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ലിഥിയം അയോൺ ബാറ്ററി ആണോ അതുപോലെ ലെഡ് ആസിഡ് ബാറ്ററി ആണോ വേണ്ടത് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വന്നാൽ സ്ട്രക്ചർ ടൈപ്പും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ടൈപ്പ്, അലുമിനിയം റൂഫിംഗ് ആണോ, ഷീറ്റ് റൂഫ് ആണോ, ഓടാണോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഞാനിപ്പോൾ നേരത്തെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫിൽറ്റേഴ്സ് എല്ലാം ഇവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് എൻ്റെ കസ്റ്റമർ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഞാൻ ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ എനിക്ക് ഓൺ ഗ്രിഡ് ആണ് വേണ്ടത്, എനിക്ക് പ്രീമിയം പ്രോഡക്ട്സ് യൂസ് ചെയ്താൽ മതി. അതുപോലെ എനിക്കൊരു 4 കിലോ വാട്ടിൻ്റെ സിസ്റ്റമാണ് വേണ്ടത്. ഇലക്ട്രിസിറ്റി ബില്ല് ഞാൻ അതുപോലെ തന്നെ വിടുകയാണ്. അതുപോലെ റൂഫ് ഏരിയയും വിടുകയാണ്. നമുക്ക് നോക്കാം എത്ര പാനലൊക്കെ വെക്കേണ്ടി വരുമെന്ന്. എനിക്ക് ബൈഫേഷ്യൽ പാനലാണ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. താഴേക്ക് വന്നാൽ മൈക്രോ ഇൻവെർട്ടറെന്നും കാണാം. അപ്പം ഞാൻ മൈക്രോ ഇൻവെർട്ടറാണ് ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് ഓൺ ഗ്രിഡ് ആയതുകൊണ്ട് ബാറ്ററി സിസ്റ്റത്തിൻ്റെ ആവശ്യമില്ല. അതുപോലെ അലുമിനിയം റീലുമാണുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ ആഡ് ചെയ്യാണ്, എന്നിട്ട് ഫിൽറ്റർ അപ്ലൈ ചെയ്യാൻ പോകണേ. അപ്പോൾ എനിക്ക് ഇവർ തരുന്ന റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം.
അപ്പോൾ ഞാൻ ഈ ചൂസ് ചെയ്ത ഫിൽറ്റേഴ്സ് വെച്ചിട്ട് 2 പ്രീമിയം സെലക്ഷൻസ് ആണ് എനിക്ക് വന്നേക്കുന്നത് ലിസ്റ്റിൽ. അപ്പോൾ അതിൽ TCM സോളാറും ഉണ്ട്, സോൾസ് ഗ്രീൻ എനർജി എന്ന് പറഞ്ഞ 2 കമ്പനികളാണ്. അപ്പോൾ അതിൽ ഏതൊക്കെ പാനലാണ് ആ ബ്രാൻഡ് യൂസ് ചെയ്യുന്നത്, ഏതിൻ്റെ ഇൻവേർട്ടറാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെ അതിൻ്റെ എത്ര പാനൽ നമ്പരും കാര്യങ്ങളും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചൂസ് ചെയ്തിട്ട് നമുക്ക് ഓർഡർ പ്രൊസീഡ് ചെയ്യുന്നതിലേക്ക് കിടക്കാം. ഇനിയിപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഫിൽറ്ററിലെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ട് വളരെ ക്രിസ്പായിട്ട് ചെറുതായിട്ടാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫിൽറ്റർ ഓപ്ഷൻസിൽ അത്യാവശ്യം വേണ്ട ബേസിക് വിവരങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇതിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയി പഠിക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതിലൊരു റീഡിംഗ് റൂം ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇവർ 4 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ന്യൂ ടു സോളാർ എന്നൊരു ഓപ്ഷൻ കാണാം. സോളാർ പവറിൻ്റെ ബേസിക്സ് അല്ലെങ്കിൽ സോളാർ പാനൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു, സോളാർ ആകുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ആർട്ടിക്കിൾസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സെക്ഷൻ ഇൻട്രസ്റ്റഡ് ഇൻ സോളാർ എന്നുള്ള ഒരു ഓപ്ഷനാണ്. അപ്പം ബേസിക്സ് ഒക്കെ അറിയാം, ഇനിയും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഈ ഒരു കാറ്റഗറി. സോളാർ പാനൽ സബ്സിഡി, സോളാർ പാനലിൻ്റെ പ്രൈസ് എന്നിങ്ങനെയുള്ള അഡ്വാൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി ഇവാലുവേറ്റിംഗ് സോളാർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഒരു തീരുമാനം എടുക്കാൻ സഹായിക്കുന്ന കൈൻഡ് ഓഫ് ആർട്ടിക്കിൾസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലുള്ള ബെസ്റ്റ് സോളാർ പാനൽസ്, അതുപോലെ ടോപ്പ് ആയിട്ടുള്ള സോളാർ കമ്പനീസ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി അതുകൂടാതെ ജസ്റ്റ് എക്സ്പ്ലോറിംഗ് എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ ഈ കാറ്റഗറി നോക്കിയാൽ വെബ്സൈറ്റിലുള്ള എല്ലാ റിസോഴ്സസും അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ തിരിച്ച് മാർക്കറ്റ് പ്ലേസിലേക്ക് പോവാം. എന്നിട്ട് നമ്മുടെ ഓർഡർ എങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നതെന്ന് ബാക്കി നോക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ആദ്യത്തെ ഓർഡർ എടുക്കുകയാണെന്ന് വിചാരിച്ചു. ഇതെടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് പേജിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഇവിടെ നമ്മുടെ ടൈറ്റിൽ എഴുതിയിട്ടുണ്ട് 4 കിലോവാട്ടിൻ്റെ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റമാണ്. വെൻഡറിൻ്റെ പേര് നൽകിയിട്ടുണ്ട്. അതുപോലെ വെൻഡറിൻ്റെ നേരത്തെ ഇൻസ്റ്റലേഷൻ നമുക്കിവിടെ ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ വർക്കൊക്കെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ എടുത്തിട്ട് കാണാൻ പറ്റും. പിന്നെ താഴേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് കാണിക്കുക. അപ്പം 3,97,588 GST കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രൈസിങ് വരുന്നത്. ഇനി EMI എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർ മന്ത് കോസ്റ്റും അവിടെ എഴുതിയിട്ടുണ്ട്, ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ് അടയ്ക്കേണ്ടത് എന്നുള്ളത്. പിന്നെ നമുക്ക് കിട്ടുന്ന സബ്സിഡിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ടോക്ക് ടു അസ് ഓപ്ഷൻ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു സബ് ഓപ്ഷൻസ് വരും. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് വ്യക്തമായ ഒരു ഐഡിയ കിട്ടും. അതായത് സർക്കിൾ എക്സ്പേർട്ടുമായിട്ട് സംസാരിക്കുക, ഒരു 15 മിനിറ്റ് മീറ്റിംഗ്. അപ്പോൾ ഒരു ക്വിക്ക് കൺസൾട്ടേഷൻ എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സംഭവം ചൂസ് ചെയ്യാം. ഇനി അതല്ലാതെ ഒരു 30 മിനിറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരെ തിരിച്ചു വരികയാണ്. എന്നിട്ട് നമുക്ക് ഓർഡർ എങ്ങനെ കണ്ടിന്യൂ ചെയ്യാമെന്ന് നോക്കാം. ഒരു ചെറിയ എമൗണ്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സൊല്യൂഷൻ ബുക്ക് ചെയ്തിടാം. അപ്പോൾ ഇതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും സർക്കിളിൻ്റെ ടീം നോക്കിക്കോളും. സബ്സിഡി ആപ്ലിക്കേഷൻ, പെർമിറ്റുകൾ, പിന്നെ ഡെലിവറി, ഇൻസ്റ്റലേഷൻ എന്നിങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും, അതായത് നിങ്ങളുടെ പ്ലാന്റ് ലൈവായി പവർ ജനറേറ്റ് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങൾ സർക്കിൾ നോക്കും. അവിടെ കൊണ്ട് അവസാനിച്ചില്ല, അത് കഴിഞ്ഞിട്ടും ആഫ്റ്റർ സർവീസും അതുപോലെ AMC പ്ലാനുകളും എല്ലാം സർക്കിളിന് അവൈലബിൾ ആണ്. അപ്പോൾ താഴെ ബുക്ക് സിസ്റ്റം ഫോർ 299 എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോഡക്റ്റ് സമ്മറി കാണും കേട്ടോ. അതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്നുകൂടെ ഫൈനലൈസ് ചെയ്യാനായിട്ട് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അപ്ലൈ ഡിസ്കൗണ്ട് വൗച്ചർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സർക്കിൾ ന്യൂ എന്ന് പറയുന്ന ഈ ഒരു കൂപ്പൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഇൻസ്റ്റാളേഷനിൽ നിങ്ങൾക്ക് 5,000 രൂപ വരെ ഓഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് പർച്ചേസ് ചെയ്യാൻ നേരത്ത് ഈ ഓഫർ റണ്ണിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഇനി പ്രൊസീഡ് ടു ചെക്കൗട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അടിക്കാനുള്ള ഒരു പേജ് വരും. അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യുക. ശേഷം ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ റേസർ പേയുടെ ഇതുപോലത്തെ പേജിലേക്ക് പോവും. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഇൻഫർമേഷൻ കൊടുക്കാം. അതിനുശേഷം 299 എന്നുള്ള ഒരു പേയ്മെൻറ്റ് അടച്ചാൽ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് ബുക്കാവും. അതിനുശേഷം നമ്മൾ ബാക്കി ഫോളോ അപ്സ് ഒക്കെ സർക്കിളിൽ ടീം ചെയ്തോളും. ഇനി ഇവരുടെ ഒരു പേയ്മെൻറ്റ് രീതികളെ കുറിച്ചൊക്കെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇതെല്ലാം ഇവിടെ വെബ്സൈറ്റിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വെബ്സൈറ്റിൽ പോയിട്ട് ഏറ്റവും താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫിനാൻസിങ് എന്നൊരു പേജ് കാണാം. അതുപോലെ പേയ്മെൻറ്റ് ആൻഡ് റീഫണ്ട് പോളിസി എന്ന് പറഞ്ഞൊരു പേജും കാണാം. അത് നിങ്ങൾ EMI ഓപ്ഷൻസ് ഒക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ EMI ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 36 മന്ത്സിൻ്റെയും 48 മന്ത്സിൻ്റെയും 2 പ്ലാനുകളുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റും താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പ്രോസസ്സിംഗ് ഫീയും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് ഒരു നമ്പറും ഇവർ നൽകിയിട്ടുണ്ട്. ഇനി പേയ്മെൻറ്റ് ആൻഡ് റീഫണ്ട് പോളിസി പേജിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ബുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ മുമ്പേ പേ ചെയ്യാന്ന് പറയുന്ന 299 റുപ്പീസ് ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ പിന്നീട് നമ്മുടെ മനസ്സ് മാറി ക്യാൻസൽ ചെയ്താലും നമുക്ക് 100% റീഫണ്ട് ഗെയിൻ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഒരു ഓർഡർ ആഡ് ചെയ്തു, അത് വെൻഡർ അക്സെപ്റ്റ് ചെയ്തു, അതുപോലെ ഫൈനൽ ഡിസൈൻ നമ്മളും
അപ്രൂവ് ചെയ്തു എന്നുണ്ടെങ്കിൽ 50% അഡ്വാൻസ് പേയ്മെൻറ്റ് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പം ഇനി പേയ്മെൻറ്റ് നൽകിയിട്ട് 24 മണിക്കൂറിനകം നമ്മുടെ മനസ്സ് മാറി നമുക്ക് വേണ്ട, അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ഡ്രോപ്പ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 100% റീഫണ്ട് കിട്ടും. ഈ 24 അവർ കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം 50% റീഫണ്ടേ പിന്നീട് ഉണ്ടാവുള്ളൂ. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റീഫണ്ടേ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതെല്ലാം മനസ്സിൽ വെക്കുക. അപ്പം നമ്മൾ കറക്റ്റായിട്ടൊരു ഉറച്ച തീരുമാനം എടുത്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുക. പിന്നീട് പ്ലാൻ ഇൻസ്റ്റാളേഷൻ കഴിയുമ്പോഴാണ് ബാക്കി 45% ഓർഡർ വാല്യൂ നമ്മൾ നൽകേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ പ്ലാനിൻ്റെ കമ്മീഷനിങ് കഴിയുമ്പം ബാലൻസ് 5% എമൗണ്ടോടെ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഒരു നമ്പർ തന്നിട്ടുണ്ട്, ഇതിൽ വിളിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സർക്കിൾ എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് സോളാർ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ലഭിക്കും. സർക്കിളിൻ്റെ തന്നെ AMC പ്ലാൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. 3 തരത്തിലുള്ള AMC പ്ലാനുകളാണ് ഇവർ തയ്യാറാക്കിയിട്ടുള്ളത്. ബേസിക്, എക്കോ, ഗ്രീൻ പ്ലസ് എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള പ്ലാൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒരു വർഷം 12 തവണ വരെ ക്ലീനിങ്ങും പിന്നെ 12 തവണ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസും മറ്റൊരുപാട് ഫീച്ചേഴ്സും ഒക്കെ ടോപ്പ് ആൻഡ് പ്ലാനിൽ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്ലാനുകൾ തമ്മിലുള്ള കമ്പാരിസൺ കാണാം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആയിട്ടും എടുക്കാം, അതല്ലാതെ ആനുവൽ പേയ്മെൻറ്റും നടത്താം. ആനുവൽ പേയ്മെൻറ്റ് ആണെങ്കിൽ സേവിങ്സ് കൂടുതലായിരിക്കും. ഇനി അതുകൂടാതെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അസിസ്റ്റൻ്റ് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ചാറ്റ് ബോട്ടിനോടും നമുക്ക് സംസാരിക്കാം. അപ്പോൾ സർക്കിൾ മാർക്കറ്റ് പ്ലേസിനെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് സോളാർ പ്രോഡക്റ്റുകൾ കമ്പയർ ചെയ്യാനും ആവശ്യാനുസരണം പ്രൈസിങ് ഓപ്ഷൻസ് ഫിൽട്ടർ ചെയ്തെടുക്കാനും കോസ്റ്റ് കമ്പാരിസൺ നടത്താനും ബ്രാൻഡ് കമ്പാരിസൺ നടത്താനും കൂടാതെ പ്രോഡക്റ്റ് വാങ്ങാനും മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാത്തിനും കഴിയും. അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ നിലവിൽ ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ കാണുന്ന പോലെ ഭാവിയിൽ സോളാറിൻ്റെ ഒരു മേജർ സെൻറ്ററായി മാറാൻ പോകുന്ന ഒരു പ്ലാറ്റ്ഫോം ആകാം സർക്കിൾ. അങ്ങനെ ആകട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് വീഡിയോസ് കാണാനായിട്ട് മലയാളം ടെക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു ഉഗ്രൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.